മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ഉദ്ഘാടനത്തിനിടെ മന്ത്രി റിയാസിന് കൂവൽ. കണ്ടെത്തി പണി വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. ഇനി ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ. ഞാൻ പറയുമ്പോ കല്ലേറ് തുടങ്ങിയാ മതി. കൂടാ എന്തിനാണോ കൂവി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കീർത്തിചക്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി. സംശയമല്ല, ഇത് അവന്മാര് തന്നെ. എന്റെ വീട് ഏത് ജില്ലയില എന്തോ ഭഗവാനേ. സിവിൽ സ്റ്റേഷന് മുമ്പിൽ രാവിലെ മുതൽ തന്നെ UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ, നൂറുകണക്കിന് നഴ്സുമാർ അവിടെ എത്തി പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിന് മുൻപിലൂടെ ആ തുറന്ന വാഹനത്തിൽ ജീപ്പിൽ റിയാസ് പോകുമ്പോഴാണ് സമരവേദിയിൽ നിന്നും കൂക്കിവിളി ഉണ്ടായത്. ലിസ്റ്റ് എടുക്കാൻ, ആളിയനെ തല്ലിയവന്മാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. ഒരിക്കൽ തല്ലിയവന്മാരുടെ മുന്നിൽ വീണ്ടും ചെന്ന് തലവെക്കുന്ന ബുദ്ധിയല്ലളിയാ. അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. ഈ സമീപകാലത്ത് കൂവൽ വലിയ വിഷയമായത് ടി സിദ്ദീഖിന് വയനാട്ടിൽ കൂവൽ ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. എടോ, പാർത്ത് പണി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, പാർത്ത് പണി വരമ്പത്ത് കൂലി. ഇതിപ്പോ സർക്കാർ ഈ 40,000 എന്ന അടിസ്ഥാന ശമ്പളം തീരുമാനിക്കാനുള്ള നടപടികൾക്ക് സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്നൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയതാണോ അതോ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. സ്വകാര്യ ആശുപത്രികൾക്കെതിരെയാണ് സമരമെങ്കിൽ കൂടി സർക്കാർ ഈ വിഷയത്തിൽ അവർക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ വേതന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ള പുതിയ തീരുമാനം, വിജ്ഞാപനമൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അത് അപര്യാപ്തമാണ് എന്നാണ് ഇപ്പോൾ നഴ്സുമാർ കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മാലാഖമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സർ. വിളിക്കുന്നവരാരും മാലാഖമാരുടെ വീട്ടിലെ അവസ്ഥ ചോദിക്കാറില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ല. റിയാസ് ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് അഭിവാദ്യം ചെയ്തിരുന്നു, പക്ഷേ പോവുകയാണെന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി. അതിൽ സർക്കാരിനും അവർ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. സർക്കാർ ഈ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനമുണ്ട്. ഒരു പക്ഷേ അതുതന്നെയായിരിക്കാം, അത്തരം വിമർശനത്തിന്റെ ചൂട് തന്നെയായിരിക്കാം റിയാസിനും ലഭിച്ചത്. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം.